നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/4/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കാനാണ് സാധ്യത. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. മിക്ക ക്രിസ്ത്യാനികളിലും പള്ളിയിൽ പോയി പെസഹ പെരുന്നാൾ ആചരിച്ചു. റബ്ബർ വില കോട്ടയം വില നോക്കുമ്പോൾ RSS 4 കിലോ 224, RSS 5 കിലോ 220, ISN 189, ലാറ്റക്സ് 60% ഇയാഴ്ചയുള്ള 155 രൂപ 35 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 226, RSS 5 കിലോ 220. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 140, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 105. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷേറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 217, ലോട്ട് കിലോ 195 മുതൽ 200. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 213, RSS 5 കിലോ 210. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 254 രൂപ 8 പൈസ, RSS 5 കിലോ 253 രൂപ 65 പൈസ. ഫീൽഡ് ലാറ്റക്സ് 210 രൂപ, ഫാക്ടറി വില 220 രൂപ. 25% DRCയുള്ള 10,500 രൂപ, 30% DRCയുള്ള 200 രൂപ 12,600 രൂപ, 35% DRCയുള്ള 200 രൂപ 14,700 രൂപ, 40% DRCയുള്ള 200 രൂപ 16,800 രൂപ. ഈ കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 216, RSS 5 കിലോ 212, ISN 188 രൂപ 50 പൈസ മുതൽ 189 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 123 മുതൽ 135 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 219 രൂപ 50 പൈസ, RSS 4 219, RSS 5 കിലോ 213, ലോട്ട് കിലോ 193. ഒട്ടുപാൽ നോക്കുമ്പോൾ 134 രൂപ. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,885, ഒരു പവൻ 1,11,080. അതുപോലെ 24 ക്യാരറ്റ് 15,148, ഒരു പവൻ 1,21,184. അതുപോലെ 18 ക്യാരറ്റ് 11,361, ഒരു പവൻ 90,888. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 180 രൂപ, ഒരു പവന് മുകളിൽ 1,440 രൂപയാണ് കൂടിയത്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ ചകരിയുള്ളത് 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 410, കച്ചവടം ഉണങ്ങിയത് 500, കാപ്പിക്കുരു 36,200, ആഞ്ഞിരക്കുരു 1,880, പൈനാപ്പിൾ പച്ച 38, പഴം 41, കുരുമുളക് ഗാർബിൾ കിലോ 707, കുരുമുളക് അൺഗാർബിൾ 687. പാലക്കാട് തീപാർന്ന മത്സരമാണ് നടക്കുന്നത്. UDF വേണ്ടി സിനിമാ നടനും ഹാസ്യ നടനുമായ പിഷാരടിയും, LDF വേണ്ടി NMR റസാഖും, അതേസമയം BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ്സാണ് ആധിപത്യം പുലർത്തിയത്. 2ാം സ്ഥാനം BJP, 3ാം സ്ഥാനമായിരുന്നു LDF. രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ്. രാഷ്ട്രീയ എതിർപ്പാവാം, പക്ഷേ വിദ്വേഷം പാടില്ല. വോട്ട് ചോദിക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി റസാഖ് പറയുന്നു. ശരിയല്ലേ? ആരുടെയും വഴിയും ആർക്കും ജനാധിപത്യ പ്രക്രിയയില്ല. ഏത് പൗരനും വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. വോട്ട് ചോദിച്ചെത്തിയപ്പോൾ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി റസാഖ്. രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവം ന്യായീകരിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെ പേരിലാണ് തടഞ്ഞതെന്ന് ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ അത് വ്യക്തിപരമായ കാര്യമാണെന്നാണ് പിഷാരടി പറഞ്ഞതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ശോഭ വിശദീകരിച്ചു. എന്തായാലും കേരളം ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള സംശയത്തിലാണ് മിക്ക ജനാധിപത്യ വിശ്വാസികളും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.